നമസ്കാരം. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ട്രെയിനിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുരൂഹത ഏറെ നാളായി നിലനിൽക്കുകയാണ്. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ വ്യക്തമായ ദുരൂഹതയുണ്ട് എന്ന് തുടക്കം മുതൽ തന്നെ കുടുംബം ആരോപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്നും IB ഉദ്യോഗസ്ഥയുടെ സുഹൃത്ത് സുഗാന്തിനെതിരെ ശക്തമായ ചില തെളിവുകളുണ്ട് എന്നും കുടുംബം പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന ചില തെളിവുകളാണ് ഇപ്പോൾ കുടുംബം പുറത്തുവിട്ടിരിക്കുന്നത്. IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതി ചേർക്കപ്പെട്ട സഹപ്രവർത്തകൻ സുഗാന്ത് സുരേഷിനെതിരെ പോലീസിന് കൂടുതൽ തെളിവുകൾ കൈമാറിയിരിക്കുകയാണ് കുടുംബം. ഉദ്യോഗസ്ഥയെ ഗർഭചിത്രം നടത്താൻ സുഗാന്ത് ആശുപത്രിയിൽ വ്യാജരേഖകൾ ഹാജരാക്കി എന്നാണ് കണ്ടെത്തൽ. ഇരുവരും വിവാഹിതരാണ് എന്ന് കാണിക്കാൻ വ്യാജ ക്ഷണക്കത്ത് വരെ ഉണ്ടാക്കി എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗത്തിൽ നിന്നും ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷമാണ് യുവതി ട്രെയിനിന് മുന്നിൽ ചാടിയത്. ആരോപണ വിധേയനായ സഹപ്രവർത്തകനും സുഹൃത്തുമായ സുഗാന്ത് സുരേഷിനെതിരെ കഴിഞ്ഞ ദിവസം പീഡന കുറ്റം ചുമത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് സുഗാന്തിനെതിരെ പ്രധാനപ്പെട്ട ചില തെളിവുകൾ ഇപ്പോൾ ലഭിക്കുന്നത്. ട്രെയിനിങ് സമയത്താണ് ഇരുവരും അടുപ്പത്തിലായത്. തിരുവനന്തപുരത്ത് ജോലി ചെയ്തിരുന്ന യുവതിയെ എറണാകുളത്തേക്ക് സുഗാന്ത് വിളിച്ചു വരുത്തുകയായിരുന്നു. ഗർഭിണിയായ പെൺകുട്ടിയെ കഴിഞ്ഞ ജൂലൈയിൽ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി ഗർഭചിത്രം നടത്തി. ഇരുവരും വിവാഹിതരാണ് എന്ന് തെളിയിക്കാൻ വിവാഹ സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കിയെന്ന് പോലീസ് കണ്ടെത്തുന്നു. ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ ബാഗിൽ നിന്നാണ് ഈ രേഖകൾ പോലീസിന് ലഭിക്കുന്നത്. മരിച്ച പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി എന്നാണ് വിവരം. ഈ ബന്ധം ഉള്ളപ്പോൾ തന്നെ സുഗാന്ത് മറ്റൊരു പെൺകുട്ടിയുമായും അടുപ്പം പുലർത്തിയിരുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഗർഭചിത്രത്തിന് ശേഷം ബന്ധത്തിൽ നിന്നും പിന്മാറാൻ സുഗാന്ത് ശ്രമിച്ചു. പെൺകുട്ടിയുടെ അമ്മയുടെ ഫോണിലേക്ക് വിവാഹത്തിൽ നിന്നും പിന്മാറുന്നതായി അയച്ച സന്ദേശം പോലീസിന് ലഭിച്ചു. 3.25 ലക്ഷം രൂപയടക്കം പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ നിന്നും സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതിന്റെ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സുഗാന്ത് ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. മുൻകൂർ ജാമ്യം തേടി സുഗാന്ത് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സുഗാന്തിനെതിരായ തെളിവ് നിരത്തിയുള്ള വിശദമായ റിപ്പോർട്ട് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ശക്തമായ ചില തെളിവുകളാണ് ഇപ്പോൾ സുഗാന്തിനെതിരെ ലഭിച്ചിരിക്കുന്നത്.